പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്നുള്ള തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള ശക്തമായ വാദം ഉന്നയിച്ചു. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വീണ്ടും ചർച്ചകൾ നടത്തി. അത് പലതവണ ഉത്തരവുകൾ നൽകിയിട്ടുണ്ട്. നിലവിലുള്ള സിവിൽ കോഡ് ഭിന്നിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ രാജ്യത്തിന്റെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നു അത് ശരിയാണെന്ന്. 75 വർഷമായി ജനങ്ങൾ വർഗീയ സിവിൽ കോഡിലാണ് ജീവിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മതപരമായ വിവേചനം ഇല്ലാതാക്കാൻ മതേതര സിവിൽ കോഡ് സ്വീകരിക്കേണ്ടതിന്റെ അടിയന്തര പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. രാജ്യത്ത് ഒരു സെക്യുലർ സിവിൽ കോഡ് ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഞാൻ പറയും. എങ്കിൽ മാത്രമേ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൽ നിന്ന് നമുക്ക് മുക്തമാകാനാകൂ. 5 വർഷത്തിനുള്ളിൽ 75,000 മെഡിക്കൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം രാജ്യത്തിന് ഉറപ്പ് നൽകി. 25,000-ഓളം യുവാക്കൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വിദേശത്തേക്ക് പോകുന്നു. അതിനാൽ മെഡിക്കൽ ലൈനിൽ 75,000 പുതിയ സീറ്റുകൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. വികസിത ഇന്ത്യ 2047 ആരോഗ്യകരമായ ഇന്ത്യ ആയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.